മാടമ്പയിലെ മാനസിക രോഗിക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ദേവിയുടെ കിണർ. ഞങ്ങൾ അവിടെ നിന്ന് അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് നേരെ വന്നത് ഈ ഒരു പ്ലോട്ടിലേക്കാണ്. ദേവിയും ദേവിയുടെ ഹസ്ബൻഡും കൂടി ചേർന്ന് വാങ്ങിച്ച ഈ സ്ഥലത്ത് അവർ കിണർ കുത്തി. അപ്പോൾ അവിടെ വെള്ളം കണ്ടു. അത് കാണിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അതും കഴിഞ്ഞിട്ട് നേരെ വന്നത് ഈ വീട്ടിലോട്ടാണ്. ഇതാണ് ഒറിജിനൽ വീട്. മറ്റേത് അച്ഛൻ്റെ വീടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ മനസ്സും ശരീരവും ഒക്കെ ആകെ തണുത്തു. കാരണം വേനൽക്കാലത്ത് ഇങ്ങോട്ടേക്കുള്ള ഷിഫ്റ്റ് ഭയങ്കര വലിയ ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ചായ കുടിച്ച് എൻ്റെ സാറേ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ സരസുവിൻ്റേതായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളെ ചിരിയോട് കൂടിയിട്ട് സ്വീകരിച്ച് ചായക്ക് ഇട്ട് തന്നു. അങ്ങനെ അവരായിട്ട് സംസാരിച്ച് പിന്നെ ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി. പിന്നെ അറിയാലോ, തീറ്റയോട് തീറ്റ, അതായിരുന്നു ഇവിടെ വന്നിട്ടുള്ള മെയിൻ. ഞാൻ നോമ്പായതുകൊണ്ട് മുട്ട എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പൈനാപ്പിളും ഏത്തയ്ക്കാപ്പവും പിന്നെ ഈ ലൈമും പിന്നെ എന്തെന്നാണ് മറ്റേ മുന്തിരിപ്പല, അത് അവിടുത്തെ സിഗ്നേച്ചർ ആയിട്ടായിരുന്നു. പിന്നെ ഈ വീട് സമയമായപ്പോഴേക്കും ചേട്ടൻ എത്തിയായിരുന്നു കേട്ടോ. ചേട്ടൻ വന്നിട്ട് ഭയങ്കരമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ.